സന്തോഷി, നമസ്തേ. ഈ നമസ്തേ. ശബരിമല വിഷയമാണല്ലോ ഇപ്പൊ അങ്ങ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ശ്രീധർമ്മശാസ്താവും അയ്യപ്പനും അയ്യപ്പ ഭക്തനും ഒന്ന് തന്നെ അല്ലേ? അങ്ങേക്കാവൊന്ന് പറയാമോ? ആരാണ് അയ്യപ്പൻ, ആരാണ് ശ്രീധർമ്മശാസ്താവ്? ആരാണ് ശ്രീധർമ്മശാസ്താവ്, ആരാണ് അയ്യപ്പൻ, ആരാണ് അയ്യപ്പ ഭക്തർ? അതെ. അപ്പൊ അവിടെ ഈ മൂന്നും ഒന്നാകുന്ന അവസ്ഥയാണ്. ശ്രീധർമ്മശാസ്താവും അയ്യപ്പനും അയ്യപ്പ ഭക്തനും എല്ലാം ഒന്നാകുന്ന ഒരവസ്ഥയാണ് അവിടെയുള്ളത്. അറിവുള്ളവനും അറിവിൽ വിലയം പ്രാപിക്കാനായിട്ട് എത്തുന്നവരും അവിടെ ഒന്നാണ്. അതായത് അറിവുള്ളവനും അറിവിനെ ആർജിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഒന്നാവുകയാണ്. ആ ശാസ്താവിലേക്ക് വിലയം പ്രാപിക്കുമ്പോൾ സർവ്വതും ഒന്നാകുന്നു. നമ്മളുടെ മനസ്സിലാണ് അറിവ് പ്രകാശിക്കുന്നത്. അപ്പോ അറിവ് എവിടെയാണ് പ്രകാശിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിവ് മനസ്സിലാണ് പ്രകാശിക്കുന്നത്. മനു എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മനനം ചെയ്യുവാൻ ശേഷിയുള്ളവനാണ്. സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ചുള്ള അറിവാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അറിവുള്ളവനും അറിവിനെ സ്വീകരിക്കുന്നവനും ഒന്നാകുന്നത്. സന്തോഷി, അതിനിടയ്ക്ക് ഒരു കുഞ്ഞു ചോദ്യം. ഈ മനുഷ്യനല്ലാത്ത ജീവികൾക്ക് മനസ്സുണ്ട്, അവർക്ക് അറിവ് ഇല്ലാത്തവരാണോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ച്, പരം വൈഭവത്തെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ സിദ്ധിച്ചവരാണ്. അതായത് ഈ ജീവസൃഷ്ടിയുടെ, ജീവപ്രപഞ്ചത്തിന്റെ വൈഭവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, താൻ ആരാണ് എന്ന തിരിച്ചറിവ്. അതായത് ഞാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സൃഷ്ടിയുടെ വൈഭവം, ജീവൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന വൈഭവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിന് പ്രാപ്തനാകുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൈഭവമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് മനുഷ്യൻ. മഹാവൈഷ്ണവ ശക്തിയുടെ, മഹാവൃക്ഷ പ്രകൃതിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമായിരിക്കുന്ന, ജ്ഞാനിയായിരിക്കുന്ന മനുഷ്യനാണ് സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ ധരിച്ചവൻ. അങ്ങനെയുള്ളവരുടെ പേരാണ് മനുഷ്യൻ. അത് ഞാൻ സമ്മതിച്ച സന്തോഷി. ഏറ്റവും അറിവ് കൂടിയിട്ടുള്ള അതാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യനല്ലാത്ത മറ്റ് ജീവികൾക്ക് അറിവില്ല എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അതാണല്ലോ കരിങ്കുട്ടിച്ചാത്തൻ തൊട്ട് തുടങ്ങുമല്ലോ. കരിനീലിയുടെ മക്കളെല്ലാം ഈ മഹാവൈഷ്ണവ ശക്തിയുടെ എല്ലാ ചരിക്കുന്ന ജീവലോകത്തിനും ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്കെല്ലാം അറിവുള്ളവരാണ്. തലകളുള്ള എല്ലാ ലോകത്തിനും ശാസ്ത്രമുണ്ട്, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവരെല്ലാവരും അറിവുള്ളവരാണ്. കരിനീലയിൽ നിന്നും ജനിച്ച 390 ചാത്തന്മാർക്കും അറിവുണ്ട്, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ എന്നാണ് അർത്ഥം. അത് അങ്ങ് കരിനീലി എന്ന് പറഞ്ഞപ്പോ കരിനീലി ആരാണെന്നൊന്ന് പറയണം. മഹാവൈഷ്ണവ ശക്തിയുടെ, മഹാവൃക്ഷ പ്രകൃതിയുടെ ശ്രീഭാവമായിരിക്കുന്ന രാജമല്ലി, ചെത്തി, ചെമ്പരത്തി തുടങ്ങിയ സർവ്വച്ചെടികളും, അതായത് നാരം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ, മഹാവൃക്ഷ പ്രകൃതിയുടെ ശ്രീഭാവമായിരിക്കുന്ന, മോഹിനീഭാവമായിരിക്കുന്ന കൂളിവാക എന്ന് പറയുന്ന, കരിനീലി എന്ന് പറയുന്ന, ആ മായാമോഹിനി എന്ന് പറയുന്ന ആ സസ്യലോകം മുഴുവൻ ഈ മഹാവിഷ്ണുവിന്റെ മോഹിനീഭാവമാണ്. അങ്ങ് നാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ജലം കിട്ടാത്തപ്പോൾ ഉണങ്ങിപ്പോകുന്ന സർവ സസ്യലോകവും, ചെറുവൃക്ഷങ്ങളും ചെടികളും ലതകളും എല്ലാം കരിനീലി ഭാവത്തിൽ വരും. ആ കരിനീലിയുടെ മക്കളായിട്ടുള്ള ചരിക്കുന്ന ജീവലോകത്തെ സൃഷ്ടിക്കുവാൻ അചരമായി നിൽക്കുന്ന വൃക്ഷലോകമാണ്. അതായത് അചരമായി നിൽക്കുന്ന സസ്യലോകത്തിൽ നിന്നാണ് ചരിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഉറുമ്പിനും ഒരു പൊന്തക്കാട് വേണം. ഈ മഹാവൈഷ്ണവ ശക്തിയുടെ ശ്രീഭാവമായിരിക്കുന്ന മോഹിനീഭാവത്തിൽ നിന്നാണ്, ഈ കരിനീലിയിൽ നിന്നാണ്, ഈ കൂളിവാകയിൽ നിന്നാണ് പാർവതി എന്ന് പറഞ്ഞ ജലമാണ്. ആ ജലത്തിന്റെ മായയായിരിക്കുന്ന ഈ മോഹിനീഭാവത്തിൽ നിന്നാണ്, വിഷ്ണുവിന്റെ മോഹിനീഭാവത്തിൽ നിന്നാണ്, ശ്രീഭാവത്തിൽ നിന്നാണ് ചാത്തന്മാർ ജനിക്കുന്നത്. നാരം ജലമാണ്. ആ നാരായണൻ എന്ന് പറഞ്ഞാൽ നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് നരൻ. മഹാവൃക്ഷ പ്രകൃതി, പ്ലാവ്, ഈറ്റ്, തേക്ക്, നാൽപ്പാമരങ്ങളെല്ലാം, അങ്ങനെയുള്ള മഹാവൃക്ഷ പ്രകൃതിയെല്ലാം നരന്റെ ഭാവത്തിലാണ്. നരൻ എന്ന് പറഞ്ഞാൽ നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നവൻ. പ്രേമരൂപേണ നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ, ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ളവനാണ് നരൻ.
നാരം കിട്ടിയില്ലെങ്കിൽ, ജലം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്ന ജലത്താൽ സംരക്ഷിക്കപ്പെടുന്നതാണ് നാരീഭാവത്തിലുള്ള വൃക്ഷലോകം, സസ്യലോകം, ചെറിയ ചെടികളും ലതകളുമെല്ലാം. ആ ലതകളുടെ ലോകമാണ് തലകളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. അതിനെല്ലാം ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഉറുമ്പുകൾക്കും ചിതിലകൾക്കും സർവ്വകീടങ്ങൾക്കും എല്ലാം ശാസ്ത്രവിശ്വാസമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനിയായിട്ടുള്ള അവതാരമാണ് മനുഷ്യൻ. അതെ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് ദൈവം എന്ന് പറയുന്ന കണ്ടെത്തൽ, സൃഷ്ടിയുടെ വൈഭവം. അപ്പോ സന്തോഷ്, ഈ മനുഷ്യനാണ് ജ്ഞാനേന്ദ്രിയം ഏറ്റവും കൂടുതലായിട്ട് വർക്കായിട്ടുള്ളത് അല്ലേ? അതെ, പെർപെൻഡിക്കുലറായിട്ട് നിവർന്നു നിൽക്കുവാൻ, മഹാവൃക്ഷ പ്രകൃതിയെ പോലെ നിവർന്നു നിൽക്കുവാൻ ശേഷിയുള്ള ആ മഹാവൈഭവം മനുഷ്യന്റേതാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? നിവർന്നു നിൽക്കുവാനുള്ള ശേഷിയാണ്. ഭക്ഷണത്തിന്റെ മുന്നിൽ പോലും നട്ടല് വളയ്ക്കാതെ, ശിരസ് കുനിക്കാതെ നിവർന്നു നിൽക്കുവാനുള്ള ശേഷിയാണ് മനുഷ്യന്റെ പ്രത്യേകത. മതങ്ങൾക്ക് ലംബോദരൻ എന്നൊക്കെ പറയുന്നത് ആ ഗണത്തിൽ ലംബമായിട്ട് ഉദരമുള്ളവനാണ്. നിവർന്ന ഉദരത്തോടു കൂടിയവൻ, നിവർന്ന നട്ടലോട് കൂടിയവൻ, ഭക്ഷണത്തിന്റെ മുന്നിൽ പോലും ശിരസ് കുനിക്കാത്തവൻ, ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ ശിരസ് കുനിക്കാത്തവന്റെ പേരാണ് മനുഷ്യൻ. അപ്പൊ നമ്മളെ ആ മനുഷ്യന്റെ അറിവിന്റെ പരമോന്നത പദവിയിൽ എത്തുമ്പോഴാണ് അയ്യപ്പന് ശാസ്താവിൽ ലയിക്കുന്നത് അല്ലേ? മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വസ്തുത എന്താണെന്നുള്ള കണ്ടെത്തലാണ്. അതാണ് തിയോളജി, ദൈവശാസ്ത്രം. ജീവനെ ജനിപ്പിക്കുന്നത് എന്താണ് എന്ന ശാസ്ത്രമാണ് തിയോളജി, ദൈവശാസ്ത്രം. ദീപത്തിന് കാരണമായിരിക്കുന്ന ദ്രവ്യത്തിന്റെ ശാസ്ത്രമാണ് ഈ വേദശാസ്ത്രം എന്ന് പറയുന്നത്, ദൈവിക ശാസ്ത്രം. അപ്പോൾ ആരാണ് അയ്യപ്പൻ എന്ന് അങ്ങനെ പറഞ്ഞാലോ? അപ്പൊ ആ ശാസ്ത്രത്തിൽ, ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ, അതായത് സർവ്വജീവലോകത്തെയും ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദ്രവ്യത്തിന്റെ വൈഭവം എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ ശാസ്ത്രമാണ് ശ്രീധർമ്മശാസ്ത്രം. എല്ലാ ജീവജാലങ്ങൾക്കും ധർമ്മമുണ്ട്, എല്ലാ ചെടികൾക്കും ധർമ്മമുണ്ട്. ഒരു ചെടിയും പാഴ്ചെടിയല്ല എന്ന് പറയുന്ന പോലെ ഒരു ജീവിയും പാഴ്ജന്മങ്ങളല്ല. സർവ്വജീവലോകത്തിനും ഇവിടെ ദൗത്യങ്ങളുണ്ട്, ധർമ്മമുണ്ട്. ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ, അതായത് നമ്മളുടെ ജനനത്തിന് കാരണമായിരിക്കുന്ന, സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന വൈഭവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ചിട്ടപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ, ദിനചര്യയെ, ഋതുക്കളുടെ സഞ്ചാരത്തെ, ഋതുക്കളെ ജനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും ത്രികാലത്തെ ജനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും ത്രിദോഷത്തെ നീക്കുന്നത് എങ്ങനെയാണെന്നും തിരിച്ചറിഞ്ഞ ശ്രീധർമ്മശാസ്ത്രത്തിൽ ചിട്ടപ്പെട്ട് ജീവിക്കുമ്പോഴാണ് അയ്യപ്പനാകുന്നത്, അവരാണ് അയ്യൻ. അവരാണ് ആര്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ആര്യ എന്ന പദത്തിന്റെ തൽഭവമാണ് അയ്യ, ആര്യൻ കാവ്, അയ്യൻ കാവ്. ഇപ്പൊ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെല്ലാം, അയ്യപ്പന്മാരെല്ലാം ആര്യന്മാരുടെ അപ്പന്മാരാണ്, ആര്യന്മാരുടെ പിതൃസ്ഥാനികരായിട്ടുള്ള ശ്രേഷ്ഠന്മാരാണ്, ആര്യന്മാരുടെ സംഗമമാണ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞത്. സന്തോഷി, അപ്പൊ ഇവിടെ നാസ്തികവാദികളായിട്ടുള്ള ആളുകൾ കാലങ്ങളായിട്ട് ആര്യന്മാർക്ക് എതിരാണല്ലോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ശബരിമലയിൽ മുഴങ്ങുന്ന ഓരോ മണിയും, ഓരോ ശരണം വിളിയും നാസ്തികവാദത്തിന്റെ മരണമണിയാണെന്ന്. അതായത് നമ്മളുടെ വിശ്വാസം, അതിന്റെ ശാസ്ത്രീയത, ആ ശാസ്ത്രീയതയിലേക്ക് തിരിച്ചെത്തും. ശ്രീധർമ്മശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കേണ്ടവരും, ശ്രീധർമ്മശാസ്ത്രത്തെ തൊട്ടറിയേണ്ടി വരും, ആര്യനാവേണ്ടവരും, അയ്യപ്പനാവേണ്ടവരും, ഇരുമുടിക്കെട്ട് ശിരസിലേറ്റേണ്ടി വരും. ഓരോ വർഷത്തിലും മകര സംക്രമത്തിന് സംഗമിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം ആര്യ സംഗമം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും എല്ലാ അയ്യപ്പ ഭക്തന്മാരും ആര്യന്മാരാണ്. ആ ആര്യ സിദ്ധാന്തത്തിൽ നിന്നാണ് ആര്യൻ കാള, ആര്യൻ നെല്ല് എന്ന് പറയുന്നതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്, ഈ ആര്യ സിദ്ധാന്തത്തിൽ നിന്നിട്ടാണ്. പെട്ടെന്നൊരു കാര്യം കൂടെ അങ്ങോട്ട് കടത്തി ചോദിക്കുകയാണ്. പണ്ട് കാലത്ത് മുതൽ കേൾക്കുന്നുണ്ട്, പമ്പ കടക്കാതൊരു വാമൊഴി നമുക്ക് ചൊല്ല് കേട്ടിട്ടുണ്ട്. അങ്ങനെ പമ്പ കടക്കുന്നവരാണോ അയ്യപ്പന്മാര്? അയ്യപ്പന്മാര് മാത്രമാണോ പമ്പ കടക്കുന്നത്? ആര്യന്മാര് മാത്രമാണോ പമ്പ കടക്കുന്നത്? എന്താണ് അതിന്റെ ആ ഒരു ചൊല്ലിന്റെ സാഹചര്യം? ആര്യന്മാരല്ലാത്തവരാരും പമ്പ കടക്കാൻ പാടില്ല. പമ്പ കടക്കുന്നത് തോറ്റായിരിക്കരുത്. പമ്പ കടക്കുന്നത് ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, അറിവിന് വേണ്ടിയിട്ടാണ്, ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരായാലും പമ്പ കടക്കേണ്ടത്. പമ്പ കടക്കേണ്ടത്
അയ്യപ്പന്റെ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. 18 മലകളുടെയും ഉയരത്തെ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഉയരം വർദ്ധിപ്പിച്ച് ശാസ്ത്രവിധിയിലൂടെ ജലത്തെ, മഴയെ ഈ ഭൂമിയിൽ, ഈ പഞ്ചദ്രാവിഡ ദേശത്തും ജലത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിത്യതൃപ്തമായി നിലനിർത്തി ദ്രാവിഡ പീഠത്തെ, ദ്രാവിഡ ദേശത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പമ്പ കടക്കേണ്ടത്. ശാസ്താവിൽ വിലയം പ്രാപിക്കുന്ന അയ്യപ്പന്മാരാണ് പമ്പ കടന്ന് ശബരിമലയിലേക്ക് എത്തേണ്ടത്. അത് ഏറ്റവും വലിയ ഒരു രഹസ്യം എന്താന്ന് വെച്ചെന്നാൽ ആര്യന്മാരാണ്, ആര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്, ആര്യന്മാരായിട്ടുള്ളവരാണ്, അയ്യന്മാരാണ്, അയ്യപ്പന്മാരാണ് അവിടെ എത്തേണ്ടത്. അപ്പൊ ഈ സംസ്കാരം പോലെ ആര്യ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്, ഇത് രണ്ടും രണ്ടാണോ? ആര്യ സിദ്ധാന്തമാണ് മോഹൻജി. ഈ നാസ്തികവാദം പറയുന്ന പോലെ ആര്യ സംസ്കാരമല്ല, ആര്യ സിദ്ധാന്തമാണ്. ദ്രാവിഡ സംസ്കാരമാണ്. ആര്യ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദ്രാവിഡ സംസ്കാരം രൂപപ്പെടുന്നത്. ആര്യ സിദ്ധാന്തത്തിലാണ്, ആ സൂര്യ സിദ്ധാന്തത്തിലാണ്, ആ ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തിലാണ്, ആ ത്രേത സിദ്ധാന്തത്തിലാണ്, ശ്രീരാമ സിദ്ധാന്തത്തിലാണ് ഈ ദ്രവ്യപീഠത്തിന്റെ പീഠമായി ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മയെ ശബരി പീഠത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിച്ചു. അയ്യപ്പനും അയ്യപ്പ ഭക്തനും പോലെയാണ് ആര്യനും, ആര്യ സിദ്ധാന്തവും ദ്രാവിഡ സംസ്കാരവും. അതെ, അതായത് ഒന്ന് സിദ്ധാന്തമാണ്, ഒന്ന് ആ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ സംസ്കാരമാണ്. അതായത് ദ്രാവിഡ പീഠങ്ങളുടെ പീഠമായിട്ട് ശബരി പീഠത്തെ പ്രതിഷ്ഠിച്ചുറപ്പിച്ചിരിക്കുന്നതിന് കാരണം ആര്യ സിദ്ധാന്തമാണ്. ആ ആര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് അയ്യരായിട്ട്, അയ്യപ്പന്മാരായിട്ട്, അതായത് അയ്യപ്പന്മാരുടെ, ആര്യന്മാരുടെ അപ്പന്മാരായിട്ടുള്ള പിതൃസ്ഥാനീയരായിട്ടാണ് ആ ശബരിമലയിലേക്ക് എത്തുന്നത്. അപ്പൊ ആര്യന്മാർ എന്ന് പറഞ്ഞാൽ എങ്ങു നിന്നും വന്നവരല്ല. സൂര്യ സിദ്ധാന്തത്തിൽ, ആര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് ആര്യന്മാര്. ആ ആര്യ സിദ്ധാന്തത്തിൽ നിന്നിട്ടാണ് ദ്രാവിഡ സംസ്കാരം രൂപപ്പെടുന്നത്. എങ്ങനെയാണ് ആകാശത്തിലൂടെ വാതക രൂപത്തിൽ പോകുന്ന ജലത്തെ നിത്യതൃപ്തമായിട്ട് പൂർണ്ണ എന്ന് പറയുന്ന ശാസ്താവിന്റെ വാമഭാഗമായിരിക്കുന്ന ജലമായിട്ട് മണ്ണിന്റെ ഉപരിതലത്തിൽ നിറമുള്ള ജലമായി നിത്യമായി നിലനിർത്താം. മണ്ണിന്റെ ഉപരിതലത്തിൽ ദ്രവ്യ പീഠത്തെ തീർത്തുകൊണ്ട് ദ്രാവിഡ ദേശത്തെ ചമച്ചുകൊണ്ട് എങ്ങനെ നവധാന്യങ്ങളെ വിളയിപ്പിച്ച് കൃഷി ചെയ്ത് ജീവലോകത്തെ പരിപാലിക്കാം. ഭൂഗർഭജലത്തിന്റെ അളവ് കൂട്ടാനായിട്ട്, ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തെ നിത്യതൃപ്തമായിട്ട് നിർത്താനായിട്ട് ഏത് സിദ്ധാന്തത്തിനാണ് കഴിയാന്ന് ചോദിച്ചാൽ അത് ആര്യ സിദ്ധാന്തത്തിനാണ് കഴിയുക. ആ ആര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്, ശ്രീധർമ്മശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് അയ്യപ്പന്മാരായിട്ട് പമ്പ കടന്നെത്തുന്നത്. വലിയ സന്തോഷമുണ്ട് അങ്ങിത് പറഞ്ഞപ്പോ. ആര്യന്മാരാണ്, ആര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ്, അയ്യപ്പന്മാരാകുന്നവരാണ്, അയ്യന്മാരാകുന്നവരാണ്, ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നവരാണ്. നാസ്തികവാദത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ എത്തുന്നത്, അല്ലേ? ഞാൻ ഒരാളെയും അവഹേളിച്ചുകൊണ്ടല്ല പറയുന്നത്. നാസ്തികവാദത്തിന്റെ മരണമണി ശബരിമലയിൽ മുഴങ്ങും എന്ന് പറയുന്നതിന്റെ കാരണം വേദങ്ങളുടെ പൊരുളിനെ തിരിച്ചറിയാൻ പറ്റുന്നത്, വേദപ്പൊരുളിനെ ഉരുക്കഴിക്കാൻ പറ്റുന്നതും ഉരുവിടാൻ പറ്റുന്നതും ഉരുക്കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഏക പീഠം ശബരി പീഠമാണ്. സർവവേദവും അവിടെ നമുക്ക് സുന്ദരമായിട്ട് ഉരുക്കഴിക്കാൻ, ഏത് ഉരുക്കും അഴിക്കാനായിട്ട് പറ്റും. കാരണം ശബരിമലയുടെ വേദരഹസ്യത്തിലൂടെയാണ് ഈ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കെട്ടുകൾ അഴിക്കാൻ പറ്റിയത്. അപ്പൊ അവിടെയാണ് ശബരൻ ശിവനാകുന്നത്. ശബരൻ എന്ന് പറഞ്ഞാൽ മണ്ണാണ്, ഈ ഭൂമിയാണ്, ശിവനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാലദേശ ഭേദങ്ങളില്ലാതെ ലോകത്തുള്ള മുഴുവൻ, ലോകത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകള്, മനുഷ്യര് ആയിട്ടുള്ള ആളുകള് ഈ ശബരിമലയ്ക്ക് ഒഴുകി എത്തുന്നത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ്, അല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പൊ ആര്യസംഗമം അല്ലെങ്കിൽ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് കാലം കരുതി വെച്ച, കാത്തുവെച്ച ഒരു ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സംവിധാനമാണ്. കാരണം ഇതിനെ എതിർക്കുന്നവരും അറിയണം, ഈ പ്രപഞ്ചം കലിയുഗ വരദന്റെ അടുക്കലേക്ക് തന്നെ നടന്നു ചെല്ലും. അതിനെക്കുറിച്ച് പഠിക്കുവാൻ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. അതാണ് വെളിച്ചം കാണുമ്പോ ആ വെളിച്ചത്തിലേക്ക് അറിയാതെ അടുക്കും.
അറിവിലേക്ക് അറിയാതെ അടുക്കും, വിമർശിക്കാൻ അടുക്കും. അപ്പോഴാണ് ആ പൊരുൾ മനസ്സിലാകുന്നത്. ലോകമാതാവ് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം പകരുമ്പോ അറിയാതെ ഉണരുന്നത് പോലെ ശാസ്ത്രത്തിന്റെ ആ വെളിച്ചത്തിലേക്ക്, ശാസ്താവിന്റെ ആ ശ്രീധർമ്മ ശാസ്ത്രത്തിലേക്ക് നമ്മൾ അറിയാതെ അടുക്കും. ആ സമയമാണിത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എത്ര നാള് തിരിഞ്ഞു നിൽക്കാൻ പറ്റും, പുറംതിരിഞ്ഞു നിൽക്കാൻ പറ്റും, ആ അറിവിലേക്ക് അറിയാതെ അടുക്കും. അറിവ് പകൽ പോലെയാണ്. ശബരിമലയിലേക്ക് നാസ്തികവാദവും വന്നിട്ട് കലിയുഗ ഭരതൻ എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ ജലത്തിന്റെ പീഠമാണ് ശബരി പീഠം എന്ന് പറഞ്ഞാൽ. ലോകമാതാവാണ് മാളികപ്പുറത്തമ്മ, അത് ജലമാണ്, പാർവതിയാണ്. ആ പാർവതി ശബരി പീഠത്തിൽ പ്രതിഷ്ഠിതമായാൽ മാത്രമാണ് നമ്മളുടെ മാളികയുടെ പുറത്തെത്തുന്ന ആ ജലം, ആ പാർവതി എന്ന് പറയുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന പർവ്വതത്താൽ വന്നെത്തുന്ന ആ ജലം നമ്മുടെ മാളികകളുടെ മുകളിലേക്ക് എത്തണമെങ്കിൽ മാളികപ്പുറത്തമ്മയായിട്ട് ഈ ശബരി പീഠത്തിൽ പാർവതി ജലം പ്രതിഷ്ഠിതമാവണം. ആ ശബരം എന്ന് പറഞ്ഞ ജലമാണ്, ശബരി പാർവതിയാണ്, ശബരൻ ശിവനാണ്, ശിവനി മണ്ണാണ്, ജലം പാർവതിയാണ്. ആ മഹിയും ഹിമയും ചേർന്ന് ഏറ്റവും വലിയ വിലാസം തീർക്കുന്നതാണ് കൈലാസം. അറിഞ്ഞും അറിയാതെയും ഇന്ന് ജനകോടികള് അവിടെ എത്തുന്നുവെങ്കിൽ ഇതാണ് അതിന്റെ ശാസ്ത്ര രഹസ്യം. അതെ, മഹാവൈഷ്ണവ ശക്തി എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാണ്, ആ ഹരിതലോകമാണ്. ആ ഹരിതലോകത്തിന്റെ മോഹിനീഭാവം എന്ന് പറഞ്ഞാൽ ദുർഗാഭാവമാണ്. അതായത് നമ്മൾക്ക് ജന്തുലോകത്തിന് കടന്ന് കയറി ചെല്ലുവാൻ ദുർഗമമായിട്ടുള്ള ഇടങ്ങളെ സൃഷ്ടിക്കുന്ന കരിനീലി, കൂളിവാക എന്നാൽ ചതുർബാഹുവായിട്ടുള്ള ആ മഹാവൃക്ഷ പ്രകൃതിയും അത് തന്നെയാണല്ലോ. ആ മഹാവൃക്ഷ പ്രകൃതിയുടെ വൈഭവമായിട്ട് ജനിക്കുന്നതാണ്, ചൈതന്യമായിട്ട് ജനിക്കുന്നതാണ്. മഹാവൃക്ഷ പ്രകൃതി എന്ന് പറഞ്ഞാൽ നാരത്തെ അയനം ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. കടലിൽ കിടക്കുന്ന ജലത്തെ ഈ മണ്ണിൽ എത്തിക്കുവാൻ ശേഷിയുള്ളതാണ്. അതവിടെ നിന്നാ മതി, കടലിൽ കിടക്കുന്ന ജലം ആ മണ്ണിൽ വന്നെത്തും. ശിവന്റെ മാറിലേക്ക് ആ പാർവതിയെ എത്തിക്കുവാനുള്ള ശേഷി ഈ മഹാവൈഷ്ണവ ശക്തിയായിട്ടുള്ള വൃക്ഷലോകത്തിനുണ്ട്. മോഹിനി രൂപം ആ മഹാവൃക്ഷ പ്രകൃതിയുടെ ശ്രീഭാവമായിരിക്കുന്ന ചെറിയ വൃക്ഷങ്ങളും ചെടികളും ലതകളുമാണ്. ആ നരൻ അവിടെ നിന്ന് മഴയെ പെയ്യിച്ചാൽ മാത്രമാണ് മോഹിനി രൂപത്തിൽ ഈ സസ്യങ്ങൾ, ചെറിയ സസ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ജലം അവിടെ എത്തുകയുള്ളൂ. ആ മോഹിനി ഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ശാസ്ത്രം, ശാസ്ത്രന്മാർ എന്ന് പറയുന്നത്. ലതകളുള്ള ലോകത്തു നിന്നാണ് തലകളുള്ള ലോകം ജനിക്കുന്നതെന്ന്, ശബ്ദതയുടെ ലോകത്തു നിന്നാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്ന ജന്തുലോകം ജനിക്കുന്നത്. ചരിക്കാതെ അചരമായി നിൽക്കുന്നത് കൊണ്ടാണ് ചരിക്കുന്ന ജീവലോകം ഉണ്ടാകുന്നത്. ജന്തുലോകത്തിന്റെ മാലിന്യത്തിൽ നിന്നിട്ടാണ് സർവ്വ മൂല്യത്തെയും സൃഷ്ടിക്കുന്ന രീതിയിൽ സസ്യലോകം വളരുന്നത്. ആ ശാസ്ത്ര ലോകത്തിലേക്ക് ആര്യ സിദ്ധാന്തത്തെ എതിർക്കുന്നവര് പോലും അനുകൂലിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ആര്യന്മാരെ കൊല്ലേണ്ടവരാണെന്നും അവരെ ആട്ടിപ്പായ്ക്കേണ്ടവരാണെന്നും പറയുമ്പോൾ അങ്ങനെയുള്ള നാസ്തികവാദികളുടെ വീട്ടിലെ മക്കളെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും അവരുടെ എല്ലാം പേര് ആര്യയെന്നും ആര്യനുമാണ്. അതിപ്പോ നമുക്ക് നമ്മുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല ആളുകളുടെയും പേരുകൾ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. നാസ്തികവാദത്തിന്റെ അവസാനത്തെ ആണിയടിക്കുവാൻ ഒരുപക്ഷെ ഇതൊക്കെ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാവാം. നാസ്തികവാദം എന്ന് പറഞ്ഞാൽ വേദമില്ലാത്ത വാദമാണ് നാസ്തികവാദം. വേദമുണ്ടാവുന്നത് എങ്ങനെയാണ്? വാദിക്കാൻ മാത്രമേ നാസ്തികവാദത്തിന് പറ്റൂ, വിധി പ്രസ്താവിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ നിരീശ്വരത്വത്തിൽ നിന്നിട്ടാണ് ഈശ്വരീയത്വം ജനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഏറ്റവും വലിയ നിരീശ്വരവാദി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ഞാൻ പറയും ശ്രീരാമചന്ദ്രനായിരുന്നു. ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും പിടിച്ചിട്ട് നേരിട്ട് ത്രിമൂർത്തികളെ കാണിച്ചു കൊടുത്ത മഹാ വ്യക്തിത്വമാണ് ശ്രീരാമചന്ദ്രൻ. ആദ്യ വേദാന്ത വേദ്യവാക്യൻ എന്ന് പറയുന്നത് ലോകത്തെ യുദ്ധവിചാരത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് മിഥിലയിലെ സ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ഒറ്റ സിദ്ധാന്തം കൊണ്ട് ലോകത്തെ ആശ്ചര്യപ്പിച്ച് ആയുധം താഴെ വെപ്പിച്ച ഏതാ പരശുരാമന്റെ വരെ ആയുധം താഴെ വെപ്പിച്ച സിദ്ധാന്തമാണ്. അത് തന്നെയല്ലേ ശബരി പീഠത്തിലും സംഭവിക്കുന്നത്. അവിടെ ആയുധം താഴെ വെപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ആ സ്രോതാഗ്നിയിൽ 5000 പേരുടെ സദസ്സിനെ തലധരിപ്പിച്ച് തല കുനിപ്പിച്ച ആ സിദ്ധാന്തമാണ് പരശുരാമൻ മാർഗമധ്യേ കേട്ടിട്ട് അവിടെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് നിത്യ തപസ്സിനായിട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് ഭാർഗവ നിലയം എന്ന് പറയുന്ന ഈ ക്ഷേത്രഭൂമിയെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ശബരി പീഠത്തില്
ഈ പശ്ചിമഘട്ടത്തിന്റെ ജീവകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീധർമ്മശാസ്ത്രത്തിലൂടെ എങ്ങനെ നിത്യതൃപ്തമായി ജലത്തെ നിലനിർത്താം എന്ന് പറയുന്ന ശാസ്ത്രവിധിയിലേക്ക് ഈ ക്ഷേത്രവിധിയെ എത്തിച്ചത്. അവിടെ താടകാവനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് അഹല്യായ ഭൂമിക്ക് മോക്ഷം കൊടുത്ത ആ ശ്രീരാമചന്ദ്രൻ നടത്തിയ അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെയും ഈ പരശുരാമൻ നടത്തിയിരിക്കുന്നത്. സന്തോഷി, ശബരിമലയിലെ 18 പൂങ്കാവനങ്ങളുമായി ബന്ധപ്പെട്ട് പമ്പ മുതലുള്ള മുഴുവൻ കാര്യങ്ങളും വലിയ അറിവിന്റെ സാഗരം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗാർഗിൽ സാറ് അതുപോലെ കസ്തൂരി രംഗൻ സാറ് ഒക്കെ മുമ്പ് ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് ഏറ്റവും ആദ്യം പഠിക്കുകയും അതിന് ശരിക്കും പറഞ്ഞാൽ സർവ്വ പരിഹാരങ്ങളും നിർദ്ദേശിച്ചുകൊണ്ട് ശാസ്ത്രവിധിയിലൂടെ ഈ ക്ഷേത്രവിധിയിലൂടെ ലോകത്തിന് ശാസ്ത്രത്തിന്റെ ആ ആനുകൂല്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് തൊടികളെ ചിട്ടപ്പെടുത്തണമെന്നും എങ്ങനെ ശ്രീധർമ്മശാസ്ത്രത്തിൽ ആസ്പദമാക്കി ദിനചര്യയെ ചിട്ടപ്പെടുത്തണമെന്നും 9 മണ്ഡലങ്ങളെ തിരിച്ച് ആ 9 കാലമണ്ഡലങ്ങളിൽ 40.58 ദിവസം നീളുന്ന കാലമണ്ഡലങ്ങളാക്കി തിരിച്ചുകൊണ്ട് ആ കാലത്തിനൊത്ത് എങ്ങനെ സഞ്ചരിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചു തന്ന മഹാഋഷീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ അപ്പോ നമുക്ക് സന്തോഷി ഒന്നാണ് ആഗ്രഹിക്കുവാനുള്ളത്, എല്ലാ മനുഷ്യരും അയ്യപ്പന്മാരാവട്ടെ, അയ്യപ്പ ഭക്തന്മാരാവട്ടെ, ശ്രീധർമ്മശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നവരാവട്ടെ എന്നാണ് ആഗ്രഹിക്കുവാനുള്ളത്. ആര്യ സംഗമമാണ് ഇവിടെ. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ആഗോള ആര്യ സംഗമമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് പമ്പയില്. അത് ഒരു നന്മയ്ക്ക് വേണ്ടിയാവട്ടെ, ശബരിമലയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയാകട്ടെ, അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകട്ടെ, ശാസ്ത്രത്തിന്റെ സർവ്വ വൈഭവത്തെയും തിരിച്ചു പിടിച്ച് ദൈവമെന്ന് പറയുന്ന ഇന്ന് എല്ലാവരും പറയുന്ന മിത്തിനെ സത്യമാക്കുവാനായിട്ട് ആ സത്യത്തിന്റെ പരമസത്യത്തിന്റെ പീഠമായിരിക്കുന്ന ശബരി പീഠത്തിലേക്ക് ശാസ്ത്രത്തെ, ആയുധത്തെ വലിച്ചെറിഞ്ഞ്, മതത്തെ വലിച്ചെറിഞ്ഞ്, ജാതിയെ വലിച്ചെറിഞ്ഞ് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നവരായിട്ട് സർവ്വജനങ്ങളും മാറട്ടെ. അപ്പോൾ പമ്പ കിടക്കുന്നവരാവട്ടെ അല്ലേ? അതെ, ഇതാണ് വരും തലമുറ അറിയേണ്ടത്. നമ്മുടെ മനുഷ്യ സമൂഹം മുഴുവനും മാനവരാശി അറിയേണ്ടത് ഇതാണ് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കൂടുതൽ ആളുകൾ ഇപ്പൊ ഈ വിവാദങ്ങൾ ഓരോ വർഷവും നടക്കുമ്പോൾ ശ്രീധർമ്മശാസ്ത്രം എന്താണെന്നും സനാതന ധർമ്മം എന്താണെന്നും ആ സനാതനധർമ്മത്തിലാണ് ശ്രീധർമ്മശാസ്ത്രം പ്രതിഷ്ഠിതമായിരിക്കുന്നതെന്നും ആ സനാതനധർമ്മത്തിനും ശ്രീധർമ്മശാസ്ത്രത്തിനും കാരണമായിരിക്കുന്നത് ത്രേത സിദ്ധാന്തമാണെന്നും ആ ത്രേത സിദ്ധാന്തമാണ് സൂര്യ സിദ്ധാന്തമെന്നും ആര്യ സിദ്ധാന്തമെന്നും ആ ആര്യനാണ് അയ്യനെന്നും എല്ലാം തിരിച്ചറിയുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പയ്യെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട് സന്തോഷി, വലിയ സന്തോഷം. ഈ സന്ദേശം എന്താണെന്നില്ല, എല്ലാവരും ഇതറിയട്ടെ, പഠിക്കട്ടെ, ശബരിമല ശാസ്ത്ര രഹസ്യം പഠിക്കട്ടെ. എല്ലാവരും ശിവനെയും പാർവതിയെയും വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ മോഹിനി ഭാവത്തിൽ നിന്നും ജനിക്കുന്ന ശാസ്ത്ര ചിന്തയോടുകൂടി ജനിക്കുന്ന ചരിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ചും ആ ചരിക്കുന്ന ജീവജാലങ്ങളിൽ നിന്നും രൂപപ്പെട്ട് പരിണാമപ്പെട്ട് സംഭവിച്ച ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠ അവതാരമായിരിക്കുന്ന പൊന്നുണ്ണിച്ചാത്തൻ എന്ന് പറയുന്ന ആ മനുഷ്യനിലേക്കും ആ ചൈതന്യവത്തായിട്ടുള്ള മനുഷ്യരൂപം, അതെ, അത് ആര്യന്മാരായിട്ട് മാറട്ടെ. സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ കഴിവുള്ളവരായിട്ട്, ശാസ്ത്രചിന്തയിൽ വിശ്വസിക്കുന്ന, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, രോഗം വന്നാലും ശാസ്ത്രത്തിന്റെ ആനുകൂല്യത്തെ സ്വീകരിക്കുവാൻ കഴിയുന്നവരായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സ്വാമി ശരണം, സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ.